മദ്യനയത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് സർക്കാരിന്റെ വാദം പൊളിയുന്നു. ടൂറിസം വകുപ്പ് കഴിഞ്ഞ ചൊവ്വാഴ്ച വിളിച്ച ഓൺലൈൻ യോഗത്തിന്റെ വിവരങ്ങൾ ന്യൂസ് 18 കിട്ടി. ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിന്റെ അജണ്ട മദ്യനയമായിരുന്നു. അതേസമയം സർക്കാരിനെതിരെ ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിനെ മറികടന്നത് എന്തിനെന്നും ടൂറിസം വകുപ്പിന്റെ തിടുക്കം എന്തിനായിരുന്നുവെന്ന ചോദ്യവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നു. മദ്യനയവുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന വൻ അഴിമതിയിൽ ബാർ ഉടമകളുമായിട്ടും മാത്രമല്ല ആരുമായിട്ടും ഒരു ചർച്ച പോലും നടത്തിയിട്ടില്ല എന്ന എക്സൈസ് മന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെയും പ്രസ്താവനകൾ പച്ചക്കള്ളമാണ്. ഇവര് കഴിഞ്ഞ 2 മാസമായി ഇത് സംബന്ധിച്ച കൂടിയാലോചനകൾ നടത്തുകയാണ്. കഴിഞ്ഞ മാസം ആദ്യം ചീഫ് സെക്രട്ടറി വിളിച്ചുകൂട്ടിയ പ്രതിമാസ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകാൻ ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ഈ മെയ് 21-ാം തീയതി ടൂറിസം വകുപ്പ് യോഗം ചേർന്നിട്ടുണ്ട്. ആ യോഗത്തിൽ ബാർ ഉടമകൾ കൂടി പങ്കെടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ച യോഗം വിളിച്ച ടൂറിസം വകുപ്പിന്റെ സൂം മീറ്റിംഗ് ആണ് നടത്തിയത്. ആ സൂമിന്റെ ലിങ്ക് എന്റെ കൈവശമുണ്ട്. അപ്പൊ നിരന്തരമായി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്, കൂടിയാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ടൂറിസം വകുപ്പ് വിളിച്ചു ചേർത്ത മെയ് 21-ാം തീയതിയിലെ യോഗത്തിൽ ഈ ഡ്രൈ ഡേയെ കുറിച്ചും ബാറിന്റെ സമയപരിധി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും ചർച്ച നടന്നിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടാണ് എറണാകുളത്ത് ചേർന്ന ബാർ ഉടമകളുടെ യോഗം പണപ്പിരിവിനുള്ള നിർദ്ദേശം നൽകുകയും അത് പുറത്ത് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അതിലൂടെ പുറത്തു വരികയും ചെയ്തു. 2 മന്ത്രിമാരും പച്ചക്കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കൂടിയാലോചനയും നടന്നിട്ടില്ല. ഔദ്യോഗികമായ യോഗങ്ങൾ നടന്നിട്ടുണ്ട്. പുറത്തുവന്ന ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട് ബാർക്കോഴ വിവാദം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വഴിവെക്കുന്നതിനിടയിലാണ് എക്സൈസ് മന്ത്രി കൂടിയായ MP രാജേഷ് സംസ്ഥാന സർക്കാർ മദ്യനയവുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള കൂടിയാലോചനകളും ഇതിനോടകം നടത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയത്. പക്ഷേ ആ നിലപാട് അദ്ദേഹം പരസ്യമായി വെളിപ്പെടുത്തി ദിവസങ്ങൾക്കകമാണ് അത്തരത്തിലൊരു കൂടിയാലോചനാ യോഗം കഴിഞ്ഞ 21-ാം തീയതി തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30-ക്ക് ടൂറിസം ഡയറക്ടറുടെ നേതൃത്വത്തിൽ നടന്നുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തുവരുന്നത് സൂം മീറ്റിംഗിലൂടെ ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റ് അംഗങ്ങൾക്ക് അയച്ച സൂം ലിങ്കിന്റെ ഐഡിയും പാസ്വേഡും ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായി ആ സൂം മീറ്റിംഗിൽ ഇതുമായി ബന്ധപ്പെട്ട ബാറുടമകൾ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് സൂചന. അങ്ങനെയാണെങ്കിൽ മന്ത്രി MP രാജേഷ് ഇത്തരമൊരു കൂടിയാലോചന നടന്ന കാര്യം ബോധപൂർവം മറച്ചുവെക്കുകയോ അല്ല എങ്കിൽ അദ്ദേഹം അത് അറിയാതിരിക്കുകയോ ചെയ്തതാകാനാണ് സാധ്യത. ഇതിൽ അദ്ദേഹം ഇത് അറിയാതിരിക്കാനുള്ള സാധ്യതയ്ക്ക് തന്നെയാണ് മുൻതൂക്കം എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കാരണം എക്സൈസ് മന്ത്രി എന്ന നിലയിൽ അത്തരത്തിൽ ഒരു കൂടിയാലോചനകളും നടന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇതിനു പിന്നിലെ ഈ ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് DGPക്ക് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായത്. ആ പരാതി നൽകി തൊട്ടു പിന്നാലെ ശബ്ദരേഖയിൽ പരാമർശിച്ചിരുന്ന അനിമോൻ താൻ ഉദ്ദേശിച്ചത് ബാർ ഉടമകളിൽ നിന്ന് പണം പിരിക്കുന്ന കാര്യമല്ല, അത് സ്ഥലം മേടിക്കുന്നതിന് വേണ്ടിയിട്ട് അത്തരമൊരു പിരിവെടുക്കുന്ന കാര്യമാണ് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടൊരു വിശദീകരണ കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. അത് സർക്കാരിന് വലിയൊരു ആശ്വാസമായി മാറി. ഒരു രാത്രി കഴിയുന്നതിനിടയിൽ വീണ്ടും സർക്കാരിന് കുരുക്കിലാക്കുന്ന വിധത്തിൽ ഇത്തരത്തിലൊരു കൂടിയാലോചന യോഗം നടന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ കൂടി പുറത്തുവരികയാണ്. സ്വാഭാവികമായി പ്രതിപക്ഷം അത് വീണു കിട്ടിയ ആയുധമായി സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണ് എങ്കിൽ വരുന്ന നിയമസഭാ സമ്മേളനം ജൂൺ മാസം 10-ാം തീയതി ആരംഭിക്കുമ്പോൾ എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും രാജിവെക്കണമെന്നും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധങ്ങളുടെ ആക്കം കൂടുമെന്നും തന്നെയാണ് സൂചന. ഇതിനിടെ ബാർക്കോഴ ആരോപണം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ ആവശ്യപ്പെട്ടു. വിവാദം വന്നതോടെ എക്സൈസ് മന്ത്രി നാടുവിട്ടു. 3 രാജ്യങ്ങളിലേക്കെന്ന് കേന്ദ്രത്തെ അറിയിച്ചിട്ട് പോകുന്നത് 5 രാജ്യങ്ങളിലേക്കാണ്. എക്സൈസ് മന്ത്രിയുടെ യാത്രയ്ക്ക് കേന്ദ്ര അനുമതി ഇല്ലെന്നും V മുരളീധരൻ പറഞ്ഞു. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിനായി കേന്ദ്ര ഏജൻസിയെ ചുമതലയേൽപ്പിക്കണം. നമ്മുടെ എക്സൈസ് മന്ത്രി ഈ വിവരം പുറത്തു വരുന്നു എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം സ്ഥലം വിട്ടു. അദ്ദേഹം 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിനാണ് അദ്ദേഹം പോയിരിക്കുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടക്കുന്ന തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു അഴിമതി
പണം വാങ്ങി നയം മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചാൽ എന്താവും എന്നുള്ള കാര്യം നമുക്ക് സാധാരണഗതിയിൽ ഊഹിക്കാം. അതുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിൽ ഒളിച്ചുവെക്കാൻ ഒന്നുമില്ലെങ്കിൽ അദ്ദേഹം വസ്തുതകൾ പുറത്തു വരാൻ വേണ്ടിയിട്ട് നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഏജൻസി ഏൽപ്പിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാൻ.